കോഴിക്കോട് പാണത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രം അടച്ചുപൂട്ടി. ഇന്നു മുതൽ ആശുപത്രിയിൽ ഡോക്ടർമാരുടെ സേവനം ലഭിക്കില്ലെന്ന് നോട്ടീസ്. ഡോക്ടർമാരില്ലെന്ന പേരിലാണ് മലയോര മേഖലയിലെ കുടുംബാരോഗ്യ കേന്ദ്രം അടച്ചത്. കഴിഞ്ഞ 10 വർഷമായി കേരളത്തിലേക്ക് ആശുപത്രികളെല്ലാം നന്നായി പ്രവർത്തിച്ച് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നിരുന്ന ഒരു ഹോസ്പിറ്റലിനകത്ത് ഇനിയിപ്പോൾ ആ പ്രവർത്തനം നിലച്ചിരിക്കുകയാണ്. ഇനിയിപ്പം ഇവിടുത്തെ രോഗികളെ ആശ്രയിക്കേണ്ടത് 22 കിലോമീറ്റർ അപ്പുറമുള്ള കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററാണ്. അത് കഴിഞ്ഞാൽ ജില്ലാ ആസ്പത്രിയിലേക്കാണ് ആൾ പോകുന്നത്. അത് 10-50 കിലോമീറ്റർ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഉന്നതികളിൽ ഒരുപാട് 32ഓളം ഉന്നതികളുള്ള ഒരു പ്രദേശമാണ്. അതോടൊപ്പം തന്നെ കർണാടകത്തിലെ ജനങ്ങളും ഈ ഹോസ്പിറ്റലിലാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ ഇത് അടച്ചുപൂട്ടുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്ത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയാസം അനുഭവിക്കുന്നതാണ്. ജനങ്ങൾ ആശങ്കയിലാണ് എങ്ങോട്ടാണ് പോകേണ്ടത്. ഇവിടുന്ന് പോകേണ്ടത് തന്നെ 2000-3000 രൂപ വണ്ടിക്കൂലി കൊടുത്തിട്ടാണ് ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തേണ്ടത്. അത്തരം വിശദാംശങ്ങളുമായി രതീഷ് വാസുദേവനുണ്ട് കാസർഗോഡ് നിന്ന്. രതീഷ്, ഈ ആരോഗ്യ മേഖല അത് എന്തവസ്ഥയിലാണെന്നാണ് പറയേണ്ടത്? ഇപ്പോൾ മരുന്നുകളില്ലാത്ത സാഹചര്യം മാറി ഇപ്പോൾ ആരോഗ്യ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു. സ്ഥിതിവിശേഷം ഗൗതം, തീർച്ചയായും ഇത് ഏറ്റവും സങ്കടകരമായ കാര്യം. ഇത് ഒരു അതിർത്തി ഗ്രാമമാണ്, കർണാടക ബോർഡറിലാണ്. പനത്തടി, കള്ളാർ പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമാണ്. കർണാടക ഗ്രാമങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഇവിടെ വന്ന് ചികിത്സ തേടാറുണ്ട്. നിരവധി ഉന്നതികൾ ആ പ്രദേശത്തുണ്ട്. എൻഡോസൾഫാൻ ദുരിതബാധിതരായിട്ടുള്ള 50 രോഗികൾ അവിടെ ഒരു മരുന്ന് വാങ്ങാൻ എത്തുന്നവരാണ്. ഈ സാഹചര്യത്തിലാണ് അവിടെയുള്ള ശേഷിച്ച 3 ഡോക്ടർമാരാണ് ഉണ്ടായിരുന്നത്. 2 ആരോഗ്യവകുപ്പ് താൽക്കാലികമായി നിയമിച്ച ഡോക്ടറും 1 ഗ്രാമപഞ്ചായത്ത് നിയമിച്ചു. ഈ 3 പേരും PG പരീക്ഷ 30-ാം തീയതി നടക്കുന്ന PG പരീക്ഷയ്ക്ക് വേണ്ടി അവധിയെടുത്തു. ഈ സാധാരണഗതിയിൽ അവധിയെടുക്കുമ്പോൾ മറ്റ് ഡോക്ടർമാരുടെയും ബദൽ സംവിധാനമൊക്കെ ഉണ്ടാക്കാറുണ്ട് ആരോഗ്യവകുപ്പ്. പക്ഷേ ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ അത്തരത്തിലുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തിയില്ല. അതാണ് പൊടുന്നനെ ഇങ്ങനെ ഒരു നോട്ടീസ് വെച്ച് ഇനി ഡോക്ടർമാരുടെ സേവനമില്ല എന്ന തരത്തിൽ പറയേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇതുകൊണ്ട് സാധാരണക്കാരായ ആളുകൾ പൂർണ്ണമായും ബുദ്ധിമുട്ടായി. കാരണം അവിടുന്ന് ജില്ലാ ആശുപത്രിയിലേക്ക് ഉൾപ്പെടെ എത്തണമെങ്കിൽ ആദ്യത്തെ പ്രാഥമിക കമ്മ്യൂണിറ്റി സെൻ്ററിലേക്ക് എത്തണമെങ്കിൽ തന്നെ 22 കിലോമീറ്റർ ദൂരം പോകണം. അവിടുന്ന് ജില്ലാ ആശുപത്രിയിൽ എത്താൻ പിന്നീടും 25 കിലോമീറ്റർ ദൂരമുണ്ട്. അതുകൊണ്ട് സാധാരണക്കാരെ വലിയ പ്രതിസന്ധിയിലാക്കുന്ന സാഹചര്യമാണുള്ളത്. അടിയന്തരമായി ഡോക്ടർമാരെ നിയമിക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് തിരിച്ച് 30-ാം തീയതിക്ക് ശേഷം ഡോക്ടർമാർ വരുമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ആ സമയത്തൊക്കെ തന്നെ ഈ സാധാരണ രോഗികൾ പ്രയാസത്തിലാവും എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഗൗതം.